ഹലോ, അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഴക്കട്ട, അതായത് പൂവട എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പലഹാരമാണ്. അത് തയ്യാറാക്കുന്ന വിധം: കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കി അരിച്ചെടുക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്ത് കുറച്ച് സമയം ഇളക്കി ഒന്ന് വറ്റി വരുമ്പോൾ മാങ്ങി വെക്കുക. 1.5 കപ്പ് വെള്ളം തിളക്കാൻ വെക്കുക. അര ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് തിളക്കുക. തിളക്കുന്ന സമയം നമുക്കതിലേക്ക് ഒരു വലിയ കപ്പിനൊരു കപ്പ്, അതിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനതിൽ തിളക്കാൻ വെച്ചിട്ടുള്ളത്. ചെറിയ തീയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെള്ളം എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇളക്കുക. നല്ല ഇളക്കിയതിന് ശേഷം സിമ്മിലിട്ടിട്ട് വേണേ ഇളക്കാൻ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. കുറച്ച് ചൂടാറിയതിന് ശേഷം നന്നായി കുഴച്ച് ഈ പരുവത്തിലാക്കി പരത്തുക. കയ്യിൽ കുറച്ച് വെള്ളമാക്കി ഇങ്ങനെ പരത്തിയാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട്, ശർക്കരയും തേങ്ങയും, അതൊന്നുകൂടി ഡ്രൈ ആയിട്ടുണ്ട്. അത് ഇതിലേക്ക് ആവശ്യത്തിന് ടീസ്പൂണായിട്ടിട്ട് ഇതേമാതിരി ഷേപ്പ് ചെയ്തെടുക്കുക. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ പൂവട തയ്യാറാക്കാം. കുഴക്കട്ട എന്നും പറയും, പൂവട എന്നും പറയും. കുഴക്കട്ട ഉരുണ്ടും കൊണ്ടായിരിക്കും, ഇത് ഇങ്ങനെ ഈ രൂപത്തിൽ. തിളച്ച വെള്ളത്തിന് മുകളിൽ നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ച് പൂവട നിരത്തി വെക്കുക. മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കുക. ബാക്കിയുള്ള മാവ് ഇതുപോലെ നമ്മൾക്ക് കൂട്ട് തയ്യാറാക്കി വെക്കാം. ഈ മാവ് കൊണ്ട് തന്നെ നമ്മൾക്ക് 10 മിനിറ്റായി മാങ്ങി അടുത്ത ട്രിപ്പ് വേവാൻ വെക്കാം. ഈ മാവ് കൊണ്ട് തന്നെ നമുക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നതും തയ്യാറാക്കാം. ഇങ്ങനെ പരത്തി അതിലേക്ക് തേങ്ങ ചേർക്കുക, മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുക. അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നായി ചേർത്ത് തിരിച്ചും മറിച്ചും ഇട്ട് വേവിക്കുക. ആവിയിലും വേവിക്കാം, ഇതേമാതിരി വെളിച്ചെണ്ണയിലും പൊരിച്ചെടുക്കാം. ഒരു മാവ് കൊണ്ട് തന്നെ 2 രീതിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും.